Hello everyone, welcome back to my YouTube channel. എൻ്റെ പേര് മേഘ ആൻഡ് ഇന്നത്തെ ടൈറ്റിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇന്ന് we are going to talk about some things, ഒരു 8 pointers that every single girl should know. ഇന്ന് I am going to be your big sister that I did not have. ഞാൻ oldest child ആണ് ആൻഡ് എനിക്കൊരു ബിഗ് സിസ്റ്റർ എന്ന് പറയാൻ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഐ എം ബിക്കമിങ് യോർ ബിഗ് സിസ്റ്റർ, യോർ ഇൻറ്റർനെറ്റ് ബിഗ് സിസ്റ്റർ. ആൻഡ് ഞാൻ ചെയ്ത മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഇപ്പോൾ കോമൺലി കണ്ടുവരുന്ന പല മിസ്റ്റേക്സ് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കില്ല. ഇഫ് യു ഹാവ് വാച്ച് ദിസ് വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ, ദെൻ ഐ വിൽ അഷ്യൂർ യു ദറ്റ് നിങ്ങൾക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസസും പോയി കിട്ടും. അങ്ങനത്തെ തലവേദനകൾ നിങ്ങൾക്ക് പോയി കിട്ടും. ടു മേക്ക് ദിസ് സെഗ്മെൻറ്റ് ലെസ് ബോറിങ്, ഞാൻ എൻ്റെ മേക്കപ്പും ചെയ്യാം. ലിപ് ബാം മാത്രമാണ് ഇട്ടിട്ടുള്ളത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ലെറ്റ്സ് ഗോ ഇൻ ടു ദ വീഡിയോ. 2025 ഇന്ത്യനെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പലവരിലും ഒരു വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ദാറ്റ് ഇന്ത്യ ഭയങ്കര പ്രോഗ്രസ്ഡായി, അതുപോലെ തന്നെ പണ്ടത്തെ പോലെയല്ലല്ലോ. അപ്പോൾ ഇപ്പം പഠിക്കാൻ പറയുന്നു, ഇപ്പം ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്, റിസർവേഷൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് വൈ ആർ വിമൻ സ്റ്റിൽ കംപ്ലൈനിങ്? ഇന്ത്യയിൽ ഒരു വുമൺ എന്നുള്ള രീതിയിൽ ഇപ്പം എനിക്കും എൻ്റെ നെയ്ബർഹുഡിൽ വളർന്ന ഒരു ഗേളിനും സെയിം എക്സ്പീരിയൻസസ് ആയിരിക്കില്ല. എൻ്റെയും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി തന്നെയുള്ള വേറൊരു ഗേളിൻ്റെയും എക്സ്പീരിയൻസ് സെയിം ആയിരിക്കില്ല. അപ്പോൾ ദിസ് വീഡിയോ ഇസ് ഫോർ ഓൾ ജെൻഡേഴ്സിലുള്ള ആൾക്കാർ. ഇത് ഗേൾസിനെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ചില സമയം there are fathers who can't talk to their girl children about all these things, especially single parents. അപ്പം if you are someone or if you're an adult who is having trouble communicating ഇതൊക്കെ with your child, if you find this video helpful and നിങ്ങൾക്ക് resonate ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ do send this to your child. അപ്പം you can directly അല്ലെങ്കിൽ ഡയറക്റ്റ്ലി തന്നെ നിങ്ങളുടെ ഒരു പ്രസൻസോടെ നിങ്ങൾ അപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ടു ദ ഫസ്റ്റ് കാര്യം, ദാറ്റ് ഈസ് ലേണിംഗ്. നമ്മൾക്ക് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കുന്ന എക്കഡമിക്സിനെക്കാട്ടും മുകളിൽ നമുക്ക് പഠിപ്പും വിവരവും വേണം എന്നുള്ളത് അത് നമുക്ക് ആരും പഠിപ്പിച്ചു തരാറില്ല. ആ പേരൻസ് ഓൾവേസ് ടോക്ക് അബൌട്ട് സ്കൂളിൽ പഠിക്കാനുള്ളത്, ട്യൂഷനിൽ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ കോച്ചിങ്, അങ്ങനത്തെ പല പല കാര്യങ്ങൾ. പക്ഷെ ലേണിംഗ് ആ ഒരു റീസൺ കൊണ്ട് പല കുട്ടികളിലും അതൊരു റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായി മാറും. ദാറ്റ് ഈസ് എനിക്ക് പഠിച്ച് മടുത്തു എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡിലേക്ക് ഷുഡ് ബി സംതിങ് ഫൺ, സംതിങ് ഇൻറ്റ്യൂട്ടീവ്. നമുക്ക് ഒരു ടോപ്പിക്കിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വി ഷുഡ് ജസ്റ്റ് ഗോ അഹെഡ് ആൻഡ് റിസർച്ച് ഓൺ ഇറ്റ്. ആൻഡ് നമ്മൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നോക്കണം. വി ക്യാൻ ആസ്ക് പീപ്പിൾ ഹു നോ മോർ ദൻ അസ് ആൻഡ് ഗെയിൻ ഇൻസൈറ്റ്സ്. പക്ഷെ ജനറലി എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പണ്ട് ഒക്കെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും പേരൻസ് ആണെങ്കിലും ഒക്കെ ഒരു ഇൻസൾട്ടായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ, അല്ലേ? ഈ ഒരു ജനറേഷനിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആവേണ്ടത് അതാണ്, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആൻഡ് യു ക്യാൻ മാസ്റ്റർ തിങ്സ് ഇൻ യുവർ ഓൺ വേ. ലൈക്ക് എന്താ പറയുക, ഇപ്പം നമുക്ക് AI ഉണ്ട്. ഇപ്പോൾ ഒരു ബേസിക് ലെവൽ സാധനമാണ് ഗൂഗിൾ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വി ഓൾ ഗൂഗിൾ തിങ്സ്. പുതിയ സബ്ജക്ട്സിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും വി ഡോണ്ട് ഹാവ് ടു ഹാവ് ഓൾ ദ ഇൻഫർമേഷൻ ഇവിടെ. വി ക്യാൻ റെഫർ ആൻഡ് വി ക്യാൻ ലേൺ, വി ക്യാൻ അൺലേൺ. പുതിയ ഇൻഫർമേഷൻ വരുമ്പം അത് ടേക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്ട്സിനെയും പറ്റിയിട്ട് ഇൻഫോംഡ് ആയിട്ട് നിൽക്കുന്നതും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് അതിനെപ്പറ്റി പഠിക്കുന്നതും ഒന്നും ഒരു വേസ്റ്റ് ഓഫ് ടൈം അല്ല. ഇപ്പം ഇഫ് യു ആർ സമ്മൺ ഹൂ ഈസ് ഇൻട്രസ്റ്റഡ് ടു ബിക്കം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ബട്ട് ഡസ് ദാറ്റ് മീൻ നിങ്ങൾക്ക് ഒരു മറീൻ ബയോളജിയിൽ ഉള്ള എന്തെങ്കിലും സാധനത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഇറ്റ് ബാഡ് ദറ്റ് യു ലുക്ക് ഇറ്റ് അപ്പ് അല്ലെങ്കിൽ യു റൈറ്റ് റിസർച്ച് പേപ്പേഴ്സ് ഓൺ ഇറ്റ്? നോ, ഇറ്റ്സ് നോട്ട്. ഏറ്റവും ബെസ്റ്റ് കോളേജസിന് ഇപ്പം വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലക്വൻറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനാണ്, ലേൺഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനാണ്. ഒരു ഒറ്റ സബ്ജക്റ്റിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരാളല്ല. ഇപ്പമുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോംസും ഇപ്പമുള്ള ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ആക്സസ് ചെയ്തിട്ട് അവരുടെ ഇൻ്റലിജൻസിൻ്റെ മാക്സ് ഔട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് വേണ്ടത്. ദാറ്റ് ഡസ് നോട്ട് മീൻ ഇറ്റ്സ് സംതിങ് യു ഷുഡ് സ്ട്രെസ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല ഇതൊന്നും. ദീസ് ആർ തിങ്സ് നമ്മൾ ഉള്ളിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പെർസ്യൂ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇറ്റ് കുഡ് ബി എനിത്തിങ്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു ബി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഓർ എനിത്തിങ് കോംപ്ലിക്കേറ്റഡ് അറ്റ് ഓൾ. നമുക്ക് എന്തും
എന്തും ഹാപ്പി ആയിട്ട് വി ക്യാൻ റിസർച്ച്, വി ക്യാൻ ലേൺ, ഗ്രോ ആസ് എൻ ഇൻഡിവിജ്വൽ, ലേൺ ന്യൂ തിങ്സ്, ഗോ ഫൈൻഡ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, എന്താ കിക്ക് ഓപ്പൺ ന്യൂ ഡോർസ്. അപ്പം that's what you have to do. Don't limit yourself in ഒരു ബോക്സിൽ ഒരിക്കലും ഇരിക്കരുത്. ആൻഡ് ഡോണ്ട് വറി ഇഫ് യു ആർ നോട്ട് ആസ് ഗുഡ് ആസ് someone else. ആ ഒരു ടോപ്പിക്കിൽ എല്ലാവരും ഗുഡ് ആവുന്നത് എങ്ങനെയാണ്? പ്രാക്ടീസിലൂടെ മാത്രമാണ്. അല്ലാണ്ട് ആരും ഒരു സംഭവത്തിനെ പറ്റിയിട്ട് പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആരും ഗുഡ് ആവില്ല. അല്ലാണ്ട് ഒരു ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ വെച്ചിട്ട് അയ്യോ എനിക്കിത് ചെയ്തേ പറ്റൂ, ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ആവാൻ പറ്റൂ, ഇങ്ങനെ ആവാൻ പറ്റൂ, അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വോണ്ട് എവർ വർക്ക് ഔട്ട്. ലെറ്റ് മീ ബി വെരി ഹോണസ്റ്റ് വിത്ത് യു. ബിക്കോസ് മെൻ്റൽ ഹെൽത്ത് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന്. ലേണിങ്ങിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാനുള്ളൊരു വേറെ കാര്യമാണ് ടു അൺലേൺ സ്ട്രെസ്സിങ് യുവർ സെൽഫ് ഔട്ട്. നമ്മൾ കൂടുതൽ സ്ട്രെസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ, കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. ഹാർഡ് വർക്ക് മാത്രം ചെയ്താലേ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റൂ എന്നുള്ളത് ഇസ് എ myth. You need to rest your brain, you need to rest your physical body, you need to get rest along with activities. അതിൻ്റെ എന്തൊരു സാധനമാണെങ്കിലും ഈ വേൾഡിൽ ബാലൻസ് ഇല്ലാണ്ട് നമുക്ക് മൂവ് ഹെഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് തിങ് ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇസ് ദാറ്റ് ഇറ്റ്സ് നെവർ ടു ഏർലി ടു ഏൺ ആൻഡ് സേവ് അപ്പ് മണി ഫോർ യുവർ സെൽഫ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് നമ്മൾ പഠിച്ച് കോളേജിൽ പോയി ജോലി കിട്ടി അങ്ങനത്തെ മാത്രമല്ല, ഓരോ ഏജിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള നീഡ്സ് ഉണ്ടാവും. അത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ആവണമെന്നില്ല. അപ്പോൾ ഒരു 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മേ ബി വി വോണ്ട് ഒരു ഫാൻസി സ്റ്റേഷനറി തിങ്, നമുക്കൊരു ജേർണലിംഗ് എക്വിപ്മെൻറ്റ്, ഒരു ജേർണലിംഗ് മറ്റേ വാഷി ടേപ്പ് വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ വേണമെന്ന് വെച്ചോ. ആൻഡ് യു ഡോണ്ട് ഹാവ് ടു ആസ്ക് യുവർ പേരൻസ്. യു ക്യാൻ ടേക്ക് അപ്പ് റൈറ്റിംഗ് അസൈൻമെന്റ്സ് ഫോർ യുവർ സീനിയേഴ്സ്, നെയ്ബേഴ്സ്. ഇപ്പോൾ എവിടെയെങ്കിലും പോകാമെന്ന് വെച്ചോ, അപ്പം യു ക്യാൻ ഗാർഡൻ സിറ്റ് ഫോർ ദം. അവിടെ ചെടി നനയ്ക്കാം, വളമിടാം, അങ്ങനത്തെ ചെറിയ ചെറിയ ചോഴ്സ് ഇതൊക്കെ ടേക്കപ്പ് ചെയ്യാം. അപ്പം അങ്ങനത്തെ ലൊക്കാലിറ്റിയിലാണ്, നിങ്ങളൊരു സേഫ് ലൊക്കാലിറ്റിയിലാണ് താമസിക്കുന്നതെങ്കിൽ പുട്ട് ഔട്ട് ഫ്ലയർ. എസ്പെഷ്യലി ഓൾഡർ ആൾക്കാരുള്ള വീടുകളിൽ അവർക്ക് വൈകുന്നേരം അവർ ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എപ്പോഴും എഫേർട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ദേ മൈറ്റ് നീഡ് someone to take care of the plants and someone to talk to in the evenings. അപ്പം നോട്ട് എ ക്രീപ്പി പീപ്പിൾ, ഓക്കെ? അല്ലാണ്ടുള്ള നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ലൈഫിലുള്ള ഇൻഡിവിജ്വൽസിനടുത്ത് ആൻഡ് ടെൽ ദം പേ മീ 20 rupees for this. ഓക്കെ, ഡെയിലി ഒരു 20 rupees കിട്ടുകയാണെങ്കിൽ യു വിൽ ഹാവ് എനഫ് മണി ടു ബൈ ദ വാഷിംഗ് ടേപ്പ്. ഒരു 10 rupee ആണെങ്കിൽ പോലും ഇഫ് യു ആർ ഏർണിംഗ് ഇറ്റ് വിത്ത് യുവർ വർക്ക് ആൻഡ് ഇഫ് യു ആർ സേവിങ് ഇറ്റ് ഫോർ സംതിങ് ആൻഡ് ദെൻ പർച്ചേസിങ് ഇറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ജനറലി സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് സോ റിവാർഡിങ്. നമുക്ക് ഉള്ളിൽ നമുക്ക് ഒരു കോൺഫിഡൻസും ഒരു ഫിനാൻഷ്യൽസ് എങ്ങനെ മാനേജ് ചെയ്യാം ആസ് എൻ ഇൻഡിവിജ്വൽ എന്നുള്ളതിൻ്റെയും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരു ഫസ്റ്റ് ഹാൻഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങനത്തെ പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടും. ഞാൻ എൻ്റെ മേക്കപ്പ് ബൈ ദ വേ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിങ്ങനെ എനിക്ക് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പോയിന്റ് അല്ലേ. ആൻഡ് മൈ തേർഡ് പോയിന്റ് ഇസ് ദാറ്റ് you are not the weaker gender. Women are not the weaker gender. ഞാനത് പറയുമ്പോൾ പലവർക്കും പല ഫാക്ട് ബേസ്ഡ് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള പലതും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പറയാനുണ്ടാവും, എസ്പെഷ്യലി ടു പീപ്പിൾ വിത്ത് ഫ്രജൈൽ ഈഗോസ്. പക്ഷേ ലെറ്റ് മീ ടെൽ യു, ഫ്രജൈൽ വീക്ക് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് ജെൻഡർ ബേസ്ഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പെസിഫിക് ജെൻഡർ എപ്പോഴും വീക്കായിരിക്കും, ഒരു സ്പെസിഫിക് ജെൻഡറിന് എപ്പോഴും വീക്കർ മസിൽ ടോൺസ് സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നത് ഇസ് നോട്ട് റൈറ്റ്. എല്ലാം ഒരു ഇൻഡിവിജ്വലിൻ്റെ മോളാണ് ഡിപ്പെൻഡ് ചെയ്യുക. ബിക്കോസ് ജനറ്റിക്കലി നോക്കുകയാണെങ്കിൽ പീപ്പിൾ ഫ്രം സർട്ടൻ ഏരിയാസ് ദേ ഹാവ് മോർ മസിൽ സ്ട്രെങ്ത്, ദേ ഹാവ് മോർ ദേ ആർ ടോളർ, ദേ ആർ സ്ട്രോങ്ങർ എല്ലാമാണ്. ആൻഡ് അവിടെയുള്ള ഒരു സ്ത്രീനെ ഇവിടെയുള്ള ഒരു ഇന്ത്യൻ മെയിലിന്, ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ മെയിലായിട്ട് കമ്പയർ ചെയ്യുമ്പം മോസ്റ്റ് ഓഫ് ദ ടൈം ദ ഇന്ത്യൻ മെയിൽ വിൽ ബി ലെസ് സ്ട്രോങ്ങർ ദാൻ ദ വുമൺ അല്ലേ. അപ്പം ദാറ്റ് ഈസ് സയൻറ്റിഫിക്കലി പ്രൂവൺ. അപ്പം ക്യാൻ വി സേ ദാറ്റ് അതൊരു ഈക്വൽ പെഡസ്ട്രിയൽ ആണ് ടു കമ്പയർ ഈ രണ്ട് ഇൻഡിവിജ്വൽസ്? നോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ സംഭവം നമ്മൾക്ക് മൈൻഡിൽ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ എംബെഡ് ചെയ്ത് തരുന്നൊരു സാധനമാണ് വിമൻ ആർ വീക്ക്, വിമൻ ആർ ഫ്രജൈൽ. ലെറ്റ്സ് ഫർഗെറ്റ് ദാറ്റ്. ആൻഡ് ഇതിൻ്റെ കൂടെ ഞാൻ പറയട്ടെ, ഫിസിക്കലി സ്ട്രോങ്ങർ ആണെങ്കിൽ ദാറ്റ്സ് നോട്ട് ഒരു സുപ്പീരിയോറിറ്റീൻ്റെ തിങ്. ദാറ്റ് ഈസ് നോട്ട് സംതിങ് യു ക്യാൻ അബ്യൂസ്. നമുക്കിപ്പോൾ ആർക്കും ഒരു പവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെ അടുത്തും പറയും, ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ എവറിബഡി സേസ് പൊളിറ്റിക്കൽ പവർ വൈസ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇഫ് യു ആർ ഫിസിക്കലി സ്ട്രോങ്ങർ ദാൻ സംബഡി, നമ്മളത് അബ്യൂസ് ചെയ്യാണോ വേണ്ടത്, അതുകൊണ്ട് ആവശ്യമുള്ള ആൾക്കാരെ നമ്മളുടെ പവർ വെച്ചിട്ട് സഹായിക്കുകയാണോ വേണ്ടത്? അല്ലാണ്ട് ഇഫ് മീ ഗോ അറൗണ്ട് ആൻഡ് അബ്യൂസ് ദാറ്റ് പവർ, വി ആർ ദ ബാഡ് പേഴ്സൺ. അപ്പം നമ്മൾ ബാഡ് പേഴ്സൺ എന്ന് ഒരാൾ പറയുന്നതിന് വി ഷുഡൻ ബി യുനോ
ഡിഫെൻസീവ് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് ഓൾസോ അബൌട്ട് നമ്മുടെ മെൻ്റൽ റെസിലിയൻസ്. ഇപ്പം എന്തെങ്കിലും ഒരു തിങ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എത്ര മസിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിലും നമുക്കൊരു മെൻ്റലി നമ്മൾ അവിടെ പ്രസൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ നമ്മളവിടെ പോയി. വി കാൺട്ട് യൂസ് ആ സ്ട്രെങ്ത് വൈസ്ലി ഇൻ എ വേ ദാറ്റ്സ് ഹെൽപ്ഫുൾ ഫോർ ദ സിറ്റുവേഷൻ. ലെറ്റ് മീ ടെൽ യു, ഞാനടക്കമുള്ള കുറേ സ്ത്രീകൾ ചെയ്യുന്നൊരു സംഭവമാണ്. ഇപ്പം ഞാനിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ ഐ മൂവ് അറൗണ്ട് ദ ഫർണിച്ചർ ആൻഡ് ക്ലീൻ, അല്ലെങ്കിൽ ഐ മൂവ് അറൗണ്ട് ബിഗർ വെസൽസ് ആൻഡ് അത് ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറ്റി അവിടെ ഇതാക്കി. പക്ഷേ വെൻ മൈ ഹസ്ബൻഡ് ഓർ മൈ ഫാദർ ഇസ് അറൗണ്ട്, ഐ ഓൾവേസ് സേ അതൊന്ന് മാറ്റുമോ, അതൊന്ന് ചെയ്യുമോ, ആൻഡ് ദേ ഡു ഇറ്റ് ഫോർ മീ. അപ്പം ഫ്രം മൈ ഓൺ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. വൈ? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പം നമ്മൾ യങ്ങർ കിഡ്സ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അവർ കണ്ടു വിചാരിക്കും, ചേച്ചിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം എനിക്കും ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡിനോടോ അച്ഛനോടോ ബ്രദറിനോടോ ഒക്കെ ചോദിക്കണം. അതല്ല അവർക്ക് പേടിയിട്ടാണ്. നോർമൽ സിറ്റുവേഷനിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു കാര്യം ഒരു വേറൊരു ജെൻഡറിലുള്ള ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾ പെർസീവ് ചെയ്യുന്ന സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരാളവിടെ ഉള്ളപ്പം അവരോട് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് സംതിങ് യു ഷുഡ് ബി ഡൂയിങ്. നെക്സ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ജ്യൂസി സ്റ്റഫ്, ഡേറ്റിംഗ്. ടീനേജ് ഡേറ്റിംഗ്, ദാറ്റ് ഈസ് ഒരു നോർമൽ ആയിട്ടുള്ള കാര്യം. ആൻഡ് ഐ തിങ്ക് ടീനേജിൽ എവറിബഡി ഡേറ്റ്സ് എവറിബഡി. അവിടെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് വരുന്നില്ല, അവിടെ ഓവർ തിങ്ക് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് അത് ഇത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഡ്രീമി ക്യൂട്ട്സി ഹൈസ്കൂൾ ഡേറ്റിങ്ങിനെ പറ്റിയിട്ടൊന്നുമല്ല. ഞാൻ പറയാൻ പോകുന്നത് ഇസ് അബൌട്ട് ദ റെഡ് ഫ്ലാഗ്സ് ടു നോട്ട്. ദീസ് ആർ തിങ്സ് ദാറ്റ് എവറി ഗേൾ ഷുഡ് നോ. നിങ്ങളെങ്ങാട്ടും ഒരു 1 or 2 years ഓൾഡർ ആയിട്ടുള്ള ഒരു മെയിൽ ഇസ് നോട്ട് യുവർ കമ്പാനി, എസ്പെഷ്യലി ഡ്യൂറിങ് യുവർ ടീനേജ്. ഇപ്പം ഇഫ് യു ആർ ഇൻ 10th standard and the person you're dating is in 12th standard, it's not an equal thing because അവരുടെ experiences are different, your experiences are different, and നിങ്ങൾ രണ്ടുപേരും മൈനേഴ്സ് ആണ്. ആൻഡ് അപ്പം ഒരു മാക്സിമം 2 years ഏജ് ഗ്യാപ്പിൻ്റെ കാട്ടും മുകളിൽ ഇഫ് യു ആർ dating someone who has passed out of your school and you are in 10th standard, that is wrong. That is an inappropriate relationship. നിങ്ങളെ ഷെയിം ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റ് അങ്ങനെ പറയല്ല, നിങ്ങൾ സെൽഫ് അനലൈസ് ചെയ്യുക. ഇപ്പോൾ ഗ്രൂമിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ഹോൾ മീനിങ് ഓഫ് ഗ്രൂമിങ്. ഞാൻ ഇനി പറയാൻ പോകുന്ന റെഡ് ഫ്ലാഗ്സ് നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ റൺ ഫ്രം ദാറ്റ് പേഴ്സൺ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ യെസ് ഓർ നോ പോലെ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാം യെസ് ആണെങ്കിൽ ഐ എം സോറി ബട്ട് യു ആർ ബീങ് ഗ്രൂംഡ്. ആൻഡ് നോ ആണ് തോന്നുന്നതെങ്കിൽ ജസ്റ്റ് അനലൈസ് ആൻഡ് തിങ്ക് ഫോർ യുവർ സെൽഫ്. ഓക്കെ, ഇസ് ദിസ് പേഴ്സൺ ടു ഓൾഡ് ഫോർ മീ? ഇസ് ദിസ് പേഴ്സണിൻ്റെ ലൈഫ് ആൻഡ് സിറ്റുവേഷൻസ് ടു ഡിഫറെൻറ്റ് ഫ്രം മൈൻ എന്ന് ചിന്തിക്കാം. ആൻഡ് ടേക്ക് എ മെച്യൂർ ആയിട്ടുള്ള ഡിസിഷൻ which most of the time will be to leave the relationship. നിങ്ങളെക്കാട്ടും ഭയങ്കര ഓൾഡർ ആയിട്ടുള്ള ആൾക്കാരെ ഡേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഇറ്റ്സ് മച്ച് ബെറ്റർ ടു ഡേറ്റ് പീപ്പിൾ ഹു ആർ സിമിലർ ഏജ് ഗ്രൂപ്പ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് പോയിന്റ് ഇസ് നിങ്ങളുടെ മുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ മുകളിൽ ഒരു എക്സ്ട്രീംലി ക്വിക്ക് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ്. ദാറ്റ് ഈസ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലും നിങ്ങളടുത്ത് നിങ്ങൾ കുറച്ച് അടുത്തതിന് ശേഷം ചോദിക്കുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ ചോദിച്ചറിഞ്ഞ് നിങ്ങളെ സമാധാനിപ്പിച്ച് നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ ഓവർലി ഇൻവോൾവ് ആയിട്ട് ഒക്കെയുള്ള ടൈപ്പ് ഓഫ് കൺവേഴ്സേഷൻ. അതിപ്പം ഒരു അഡൾട്ട് ഡേറ്റിംഗ് സിറ്റുവേഷനിലാണെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ബിക്കോസ് നമ്മൾ ആസ് ഇൻഡിവിജ്വൽസ് അവിടെ വരെ ഗ്രോ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഈവൻ ദോ ഒരു യങ്ങർ ഏജിൽ ഒരാൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മെച്യൂരിറ്റി ആയി തോന്നുമെങ്കിലും ഇറ്റ് ഈസ് മോസ്റ്റ്ലി സംതിങ് അവർ പോലും അറിയാണ്ട് അവർ ചെയ്യുന്ന ഒരു ടാക്റ്റിക്കാണ്. ബിക്കോസ് ദാറ്റ് വിൽ മേക്ക് യു ഫീൽ ക്ലോസർ ടു ദം. ഒരു ഗ്രൂം ചെയ്യുന്ന ഒരാളും ഞാൻ ഗ്രൂം ചെയ്യാനെന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല അവർ പോകുന്നത്. ദീസ് ആർ ജസ്റ്റ് തിങ്സ് ദറ്റ് ഹാപ്പൻ. ഒരു ഓൾഡർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഹൂ ഡസ് നോട്ട് ഹാവ് ദി അണ്ടർസ്റ്റാൻഡിങ് ദറ്റ് കുറച്ച് യങ്ങർ ആയിട്ടുള്ള ഒരാളെ ഡേറ്റ് ചെയ്യരുത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തൊരാളാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അപ്പം അവർ യൂസിങ് ഈ സോ കോൾഡ് ടാക്ടിക്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുമെങ്കിൽ തന്നെയും അത് അവർ അറിയുന്നില്ല അതൊരു ടാക്റ്റിക്കാണ്. അവർ ജനറലി നമ്മുടെ അടുത്ത് ക്ലോസർ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും സോഷ്യലി നമ്മൾ നോക്കുമ്പം ടാക്റ്റിക്കാണ്. ബിക്കോസ് അവർക്കുള്ളിൽ ഇതൊന്നും അറിഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അവർ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ they wouldn't care, they wouldn't remember from personal experience, man. Second thing is asking you to keep secrets. അതന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാണ് ഇന്ന സ്ഥലത്ത് പോയിട്ട് സംസാരിച്ചത് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചത് നിൻ്റെ ഫ്രണ്ട്സിനോട് പറയണ്ട, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാണ് അപ്പം ഡോണ്ട് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഡോണ്ട് ഷെയർ ഇറ്റ് വിത്ത് യുവർ
ഫാമിലി എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഇസ് അനദർ തിങ്. ബിക്കോസ് ടീനേജിൽ എല്ലാവരും പേരൻസിൻ്റെ അടുത്ത് ഡിസ്റ്റൻ്റ് ആവുന്ന ഒരു ടൈമാണ്. ഐ ഗെറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് അനദർ റെഡ് ഫ്ലാഗ്. തിങ്ക് യെസ് ഓർ നോ. പിന്നെ നെക്സ്റ്റ് തിങ് ഇസ് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അഡൾട്ട് ടോപ്പിക്സ്. ദാറ്റ് ഈസ് ലൈക്ക് ഇപ്പം നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ഒരു മാരേജിനെ പറ്റിയിട്ടുള്ളൊരു കൺവെർസേഷൻ ആവാം, അല്ലെങ്കിൽ അവരുടെ പ്രീവിയസ് റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടാവാം, അല്ലെങ്കിൽ ജനറലി പറ്റിയാവാം. ഇങ്ങനത്തെയൊക്കെ കൺവെർസേഷൻസ് ആർ നോട്ട് അപ്രോപ്രിയേറ്റ് ടു ടോക്ക് ടു സമൺ ഹൂ ഇസ് സിഗ്നിഫിക്കൻ്റ്ലി യങ്ങർ ദാൻ യു. 3, 4, 5, 7, 8 years of age gap ഉള്ള ഒരാളുടെ അടുത്ത് ദാറ്റ്സ് എ ചൈൽഡ്. ഓക്കെ, ഒരു ഓൾഡർ പേഴ്സൺ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് അപ്രോപ്രിയേറ്റ്. പിന്നെ ടീനേജിൽ പലവർക്കും വേണ്ട ഒരു മെയിൻ തിങ് ആണ് വാലിഡേഷൻ. നമ്മളെ ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റി, നമ്മളെ തോട്ട്സിനെ പറ്റി, അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് സാധനങ്ങളോടൊക്കെ ഇഷ്ടമുണ്ടാവും, വിച്ച് നമ്മളെ പേരൻസ് നമുക്ക് വാങ്ങിത്തരാത്ത സാധനങ്ങൾ. അപ്പം ഇങ്ങനത്തെ ടു മച്ച് ഗിഫ്റ്റ്സ് തരിക, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ഹാപ്പി ആക്കാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റിയിട്ട് ഓവർലി വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് നിങ്ങൾ ഇൻസെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഓവർലി പ്രേസ് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് ഓൾസോ എ റെഡ് ഫ്ലാഗ്. പിന്നെ നിങ്ങളുടെ അടുത്ത് എലോൺ അവർ മാത്രമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് റെഡ് ഫ്ലാഗ് എവർ. ബിക്കോസ് ഒരു ടീനേജ് റിലേഷൻഷിപ്പിൽ യുവർ ബോയ്ഫ്രണ്ട് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, that person should be comfortable hanging out with you and your friends, അല്ലെങ്കിൽ him and his friends. അല്ലാണ്ട് നമുക്ക് മാത്രം എത്തിക്കുക അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ഈ പറഞ്ഞ ഡ്രഗ്സ്, ആൽക്കഹോൾ, അഡിക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് നമ്മളിപ്പം പറയുമ്പം എന്നെ ഒരു തള്ള വൈബായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ലെറ്റ് മീ ടെൽ യു ദാറ്റ് ഈസ് വെരി കോമൺ. നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾ ആ പിയേഴ്സിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടാവും. നിങ്ങൾ അത് അവർ പോസ്റ്റ് ചെയ്ത് നിങ്ങളടുത്ത് ചിലപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓ അമ്മ സിഗരറ്റ് വലിച്ചല്ലേ, അവളും അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ പോയി സിഗരറ്റ് വലിച്ചു. വാവ് guys, there is nothing worse than cigarettes. I mean, there is something worse than cigarettes, of course there is. പക്ഷേ for your young bodies, നിങ്ങൾ വേറെ ആൾക്കാരെ മുന്നിൽ ഒരു വാലിഡേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കൂൾ ആവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് സാധനമേ അല്ല. ഐ നോ എക്സ്പെരിമെൻറ്റേഷൻ ഇസ് സംതിങ് ദറ്റ് ഹാപ്പൻസ് ടീനേജിൽ. പക്ഷേ ഹാർഡ് ഡ്രഗ്സ് അത് ഇത് പക്ഷേ ദീസ് ആർ നോട്ട് ഓക്കെ. ദർ ആർ പേരൻസ് ഹൂ സിറ്റ് വിത്ത് യു ആൻഡ് ഹാവ് എ ഡ്രിങ്ക്. അങ്ങനത്തെയൊക്കെ പേരൻസ് ഉണ്ടെങ്കിൽ യു ആർ റിയലി ഐ തിങ്ക് യു ആർ റിയലി പ്രിവിലേജ്ഡ്. ബിക്കോസ് പേരൻസിൻ്റെ ഒരു മുന്നിൽ തന്നെ ഒരു മോഡറേഷനിൽ അത് ട്രൈ ചെയ്തോ. ദാറ്റ്സ് ഇറ്റ്. ഡോണ്ട് ഗോ എക്സസീവ്ലി ഇൻ ടു ഇറ്റ്. നമുക്കൊരു സാധനം തരില്ല എന്നുള്ള സമയത്താണ് എസ്പെഷ്യലി ടീനേജിൽ എല്ലാവർക്കും ആദ്യം വേണം എന്ന് തോന്നുക. അപ്പം അങ്ങനെ അല്ലാത്ത പേരൻസ് ഉണ്ടെങ്കിൽ ഗുഡ് ഫോർ യു. അതർവൈസ് ജസ്റ്റ് ഡോണ്ട്. ബിക്കോസ് നിങ്ങളൊരു അഡൾട്ടായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു, നോട്ട് ദ ഇല്ലീഗൽ സ്റ്റാഫ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ആൽക്കഹോൾ ആൻഡ് സിഗരറ്റ്സ്. നിങ്ങളൊരു അഡൾട്ടായിട്ട് ഇഫ് യു വോണ്ട് ടു ട്രൈ ഇറ്റ് ഔട്ട്. പക്ഷേ യു നീഡ് ടു നോ ദ നെഗറ്റീവ്സ് ഓഫ് ഇറ്റ്, ദ അഡിക്റ്റീവ്നെസ് ഓഫ് ഇറ്റ് ആൻഡ് all the bad things that will happen to you if you use too much of this. പിന്നെ നെക്സ്റ്റ് തിങ് ഇസ് നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്ത് നിന്ന് ഡിസ്റ്റൻസ് ചെയ്യുക. ദാറ്റ് ഈസ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു സോ കോൾ ടാക്ടിക് ദാറ്റ് ഗ്രൂമിങ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത്. ബിക്കോസ് ടീനേജ് ഏജിൽ അവർക്കും അറിയാം, നമുക്കും എല്ലാവർക്കും അറിയാം ദാറ്റ് പേരൻസ് ആയിട്ട് കുട്ടികൾക്ക് ഒരു ഫിക്ഷൻ നല്ലോണം ഉണ്ടാകുന്ന ഒരു ഏജ് അല്ലെങ്കിൽ ഒരു ടൈമാണ് ടീനേജ്. പേരൻസ് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറയുന്ന പേരൻസ് മനസ്സിലാവില്ല, ഭയങ്കര മിസ്കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആ സമയത്ത് if someone is telling you, hey, listen to your parents or consider listening, that is good. Okay, if your boyfriend is telling you to listen to your parents and giving you sensible idle opinions, that's good. But if he is telling you, നിന്റെ പേരൻസ് അങ്ങനെ, നിന്റെ പേരൻസ് ഇങ്ങനെ, അതാണ് നീ അവരോട് മിണ്ടരുത് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ he is a red flag. I'm sorry, but he is a red flag. I'm not saying എല്ലാ പേരൻസും ഗോഡ്ലി ആണ്, എല്ലാവരും അങ്ങനെ. പക്ഷേ നിങ്ങളുടെ അടുത്ത് പഠിക്കാൻ പറയുക, നിങ്ങളുടെ അടുത്ത് കൂടുതൽ ടൈം ഇങ്ങനെ റിലേഷൻഷിപ്പിൽ സ്പെൻഡ് ചെയ്യേണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് റിബല്യസ് ആകാൻ തോന്നും. അപ്പം അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്ത് ആങ്കർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോ നീഡ് ടു ബി ഹാൻഡി. ദാറ്റ് ഈസ് ലിറ്ററലി നോ നീഡ് ടു ബി ഹാൻഡി. അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ എടുത്തിട്ട് നമ്മളെ രണ്ടുപേരും ഡിസ്റ്റൻസ് ചെയ്യാൻ നോക്കുന്നു നിൻ്റെ പേരൻസ് എന്നൊക്കെ പറയുന്ന ഒരു ബോയ്ഫ്രണ്ട് ആണ് നിങ്ങൾക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ബിഗ് നോ. ദാറ്റ് ഈസ് എ റെഡ് ഫ്ലാഗ്. നെക്സ്റ്റ് തിങ് ഈസ് കുറച്ച് സെൻസിറ്റീവ്, പക്ഷേ ഐ ഷുഡ് സേ ഇറ്റ്. നിങ്ങൾ ടച്ച് ചെയ്യുന്നത്, വി ഓൾ നോ ഗുഡ് ടച്ച്, ബാഡ് ടച്ച്. പക്ഷേ ഇപ്പം ഒരു ടീനേജിൽ മാക്സിമം ഹാൻഡ് ഹോൾഡിങ് ആൻഡ് ചീക്ക് കിസസ് ആർ ദ മാക്സിമം.
ആൻഡ് അതിൽ കൂടുതൽ നിങ്ങൾ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ യു ആർ എ മൈനർ. ഓക്കെ, തിങ്ക് അബൌട്ട് ദാറ്റ്. യു ആർ എ മൈനർ. നിങ്ങളെ അപ്രോപ്രിയേറ്റ് അല്ലാത്ത രീതിയിൽ ടച്ച് ചെയ്യുക, ടിക്കിൾ ചെയ്യുക, ഇതൊക്കെ എനിക്ക് മറ്റേ ഇതെന്ന് കിട്ടിയതാണ്. അപ്പം ഇതൊക്കെയാണ് യൂഷ്വലി ഉള്ള ടൈപ്പ് ഓഫ് അപ്രോച്ചസ്. ഇങ്ങനെ ചെയ്യുന്നത് ഗ്രൂമേഴ്സിന് യങ്ങർ ചിൽഡ്രനെ ഡീസെൻസിറ്റൈസ് ചെയ്യാനാണെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയ്ക്ക് പോയിന്റേഴ്സ്, ഇഫ് യു ഫീൽ ഇങ്ങനത്തെ എന്തെങ്കിലും നിങ്ങളുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ടീനേജ് നിങ്ങളെക്കാട്ട് ഓൾഡർ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം പ്രായമുള്ള ആളാണെങ്കിൽ തന്നെ if they are doing all these negative things, these are red flags. Go away from them, stay away from them. അവർ ഒരിക്കലും ഒരു ഗുഡ് പാർട്ട്ണർ അല്ല, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു റിലയബിൾ ആയിട്ടുള്ളൊരു പേഴ്സണേ അല്ല. എസ്പെഷ്യലി നിങ്ങളെക്കാട്ട് ഓൾഡർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് പേഴ്സൺ ഇസ് അട്രാക്റ്റഡ് ടു യങ്ങർ ഗേൾസ് ആൻഡ് ദാറ്റ് ഈസ് നെവർ ഓക്കെ. ദിസ് പേഴ്സൺ വിൽ ജസ്റ്റ് ലൂസ് ഇൻട്രസ്റ്റ് ഇൻ യു ബിക്കോസ് അവർക്ക് നെക്സ്റ്റ് യങ്ങർ ഗേളിനെ നോക്കിയിട്ട് പോകുന്ന ഒരു പ്രവണതയായിരിക്കും ഇങ്ങനത്തെ ആൾക്കാർക്ക് ഉണ്ടാവുക. അപ്പം പ്ലീസ് ലിസൺ ടു മീ and stay away from that. Next thing is setting your boundaries. ഇത് ബൗണ്ടറീസ് നമ്മൾ എല്ലായിടത്തും നമ്മൾ പറയുന്നതാണ്. നമ്മൾ ഫിസിക്കലി ടച്ച് ചെയ്യുന്നതാണെങ്കിലും ഗുഡ് ടച്ച് ബാഡ് ടച്ച് അതൊക്കെ ഒരു ബൗണ്ടറീസിൻ്റെ തിങ് തന്നെയാണ്. പക്ഷേ ഐ എം ഓൾസോ ടോക്കിംഗ് അബൌട്ട് ഫ്രണ്ട്ഷിപ്സ്. ടീനേജിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ദർ ആർ ചില ഫ്രണ്ട്സ് or friends/bullies who tell us to do their homework അല്ലെങ്കിൽ കൂടുതൽ ഹെവി ലിഫ്റ്റിംഗ് ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളോട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നവർ, ഫണ്ണാക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെടുത്ത് നോ പറയാൻ നിങ്ങൾ പഠിക്കും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ടു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടച്ച്, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സംസാരങ്ങൾ, പക്ഷേ ഇറ്റ്സ് ഓൾസോ അബൌട്ട് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷൻസിൽ നിങ്ങളെ പുട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ. നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് യു ഗേൾസ് ഡോണ്ട് ഹേറ്റ് അതർ ഗേൾസ്. അത് ഒരു പേട്രിയാക്കലായിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ടു കൺട്രോൾ. ബിക്കോസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മദർ ഇൻ ലോ ഡോട്ടർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ ഡോട്ടർ ഇൻ ലോ, അല്ലെങ്കിൽ ഒരു വൈഫ് വേഴ്സസ് ഗേൾ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ ജനറലി ഫ്രണ്ട്സ്, കോവർക്കേഴ്സ്, ഈ ഒരു ടൈപ്പ് ഓഫ് നാരേറ്റീവ് സംതിങ് നമ്മളുടെ അടുത്തേക്ക് എപ്പോഴും കോൺസ്റ്റൻ്റ്ലി സോഷ്യൽ മീഡിയയിലാവട്ടെ, സിനിമയിലാവട്ടെ, സീരിയലിലാവട്ടെ ഒക്കെ കോൺസ്റ്റൻ്റ്ലി പുഷ് ചെയ്യുന്ന ഒരു സാധനമാണ്. അമ്മായിയമ്മ വരുമ്പോൾ യുദ്ധം, അത് ഇത്. ആൻഡ് അതില്ല എന്നല്ല ഞാൻ പറയുന്നത്, ദാറ്റ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് തിങ്. പക്ഷേ ആ ഒരു ലെൻസിൽ നമ്മൾ എല്ലാ ഫീമെയിൽസിനെയും കാണുന്നു. ജെലസി, ഹേറ്റ്, ലവ്, ഇതൊക്കെ ആ തിങ്സ് ദറ്റ് ഹ്യൂമൻലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊന്നും ഒരു ജെൻഡറിന് സ്പെസിഫിക് ആയിട്ടുള്ളതല്ല. വിമൻ ആർ ജെലസ് ഓഫ് അതർ വിമൻ. വൈ? ദാറ്റ്സ് ബിക്കോസ് യു കമ്പയർ വിമൻ ടു അതർ വിമൻ. ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഷോസ് ആണ് നമ്മൾ കോൺസ്റ്റൻ്റ്ലി കാണുന്നത്. ഇങ്ങനത്തെ കൈൻഡ് ഓഫ് കമ്പാരിസൺസ് ആണ് നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ എല്ലായിടത്തും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ വി ആർ ബീങ് പുട്ട് അഗൈൻസ്റ്റ് ഈച്ച് അതർ. അപ്പം വി വിൽ ബി അഗൈൻസ്റ്റ് ഈച്ച് അതർ അല്ലേ? അപ്പം ഈ ഒരു നോമിന് നമ്മൾ ബ്രേക്ക് ഫ്രീ ചെയ്യാണ് വേണ്ടത്, അതിൽ നിന്ന് സ്റ്റക്കായിട്ട് നിൽക്കരുത്. നെക്സ്റ്റ് തിങ് ഇസ് ഇങ്ങനത്തെ കൺവെർസേഷൻസ് വരുമ്പം ഫെമിനിസം, പേട്രിയാർക്കി, മിസോജിനി, അത് ഇങ്ങനത്തെ കൺവെർസേഷൻ വരുമ്പം നമ്മളിപ്പോൾ ഒരു ആളുകളുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ടീനേജിൽ there is ഒരു വെരി ബാഡ് സിറ്റുവേഷൻ ദാറ്റ് ഹാപ്പൻസ്, എസ്പെഷ്യലി ആണുങ്ങളുടെ അടുത്ത് ആർഗ്യുമെൻറ്റ് ഉണ്ടാകുകയാണെന്ന് വെച്ചാൽ, ആൻഡ് വി നോ ഫാക്ച്വലി വി ആർ റൈറ്റ്. ആൻഡ് ഒരു സിറ്റുവേഷനിൽ ദേ ആർ ടെല്ലിങ് യു, ഓ ആണുങ്ങൾക്കാണ് കൂടുതൽ ടെസ്റ്റോസ്റ്റെറോൺ, ആണുങ്ങൾക്ക് അങ്ങനെ, ആണുങ്ങൾക്ക് ഇങ്ങനെ, വ്യൂസ് ഗോ ടു വോർ, യു ഗേൾസ് സിറ്റ് അറ്റ് ഹോം ആൻഡ് മേക്ക് കിഡ്സ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് നമ്മൾ കൂടുതൽ ഇങ്ങനെ എജിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ലെറ്റ് മീ ടെൽ യു, മെൻ ആർ നോട്ട് സ്റ്റുപ്പിഡ്. മെൻ ആർ സ്റ്റുപ്പിഡ് എന്ന വേ, പക്ഷെ നോട്ട് ദാറ്റ് സ്റ്റുപ്പിഡ്. ഇപ്പം എൻ്റെ അടുത്ത് പല സമയത്ത് ചോദിച്ചിട്ടുണ്ട്, നീ എന്താ പറയുന്നത്, അപ്പോൾ ഫെമിനിസ്റ്റ് എന്താ, നീ പറ, എനിക്ക് പറഞ്ഞു തന്നാൽ പഠിപ്പിച്ചു തന്നാൽ വലിയ ഫെമിനിസ്റ്റിയല്ലേ, എന്നാൽ നീ എനിക്ക് പഠിപ്പിച്ച ഇതെന്തുവാ അതെന്തുവാ, മറ്റേതിൽ പറയാം പോളണ്ടിൽ എന്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പോളണ്ടിനെ പറ്റി നീ മിണ്ടരുത് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനായി മാറും അല്ലേ? അപ്പം ഇറ്റ്സ് നോട്ട് ഓൺ യു ഓർ മീ to educate other people, including people എന്ന് പറയുമ്പം women and men, about something that is ഒരു ഫാക്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ മിത്തായിട്ടുള്ള യക്ഷീനെയോ അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ സാധനങ്ങളിൽ നിന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കുകയല്ല. ദീസ് ആർ തിങ്സ് ദാറ്റ് ഇസ് സയൻറ്റിഫിക്കലി പ്രൂവൺ, ഹിസ്റ്റോറിക്കലി പ്രൂവൺ. ഇതൊക്കെ നമ്മളെങ്ങനെ ഒരാളെ പഠിപ്പിക്കേണ്ട ആവശ്യം? അവർക്ക് അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ we have Google, നമ്മൾ ജീവിക്കുന്ന അതേ ലോകത്ത് അവരും ജീവിക്കുന്നു. we have Google, they can use ChatGPT, Gemini, whatever. there are ഒരു ലോഡ് ഓഫ് യൂട്യൂബ് വീഡിയോസ്, കുറേ റെഡിറ്റ് ത്രെഡ്സ്,
പിൻട്രസ്റ്റ് ചാർട്ട്സ്, പ്രൊട്ടക്റ്റ് യുവർ മെന്റൽ ഹെൽത്ത്, ഇങ്ങനത്തെ ആർഗ്യുമെന്റ്സ് വരുമ്പം നിങ്ങളടുത്ത് ഇങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റേ അവേ ഫ്രം ദം. അല്ലാണ്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ചെടുക്കാനോ ഒക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച് ദം. അവരുടെ ഇൻറ്റൻഷൻ അതല്ല. അവരുടെ ഇൻറ്റൻഷൻ ഇങ്ങനത്തെ കൺവെർസേഷൻസ്, ഇങ്ങനത്തെ റേജ് ബേറ്റിംഗ് എന്ന് പറയും. നമ്മൾ ഈ കുഞ്ഞു കുട്ടികളെ ഇങ്ങനെ ഒരു ടോയ് കൊടുത്തില്ല അങ്ങനെയൊക്കെ കളിപ്പിക്കില്ലേ? ഒരു പോയിന്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടി കിടന്ന് കരയാൻ തുടങ്ങും. അപ്പം നമ്മൾ കഴിപ്പിക്കണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ നമ്മളിത് ചെയ്തതല്ല, നമുക്ക് എന്തോ ഒരു വൃത്തിയായിട്ടൊരു ഫീലിംഗ്, ഒരു നല്ല ഫീലിംഗ്. ആ കുട്ടീനെ ഇങ്ങനെ ഗ്രാബ് ചെയ്തിട്ട് കളിക്കുന്നത്. പിന്നെ അത് കരയുമ്പോഴായിരിക്കും നമ്മൾ ഉള്ളിൽ ചിന്തിക്കാം, ഓക്കെ ഇപ്പം ഞാൻ ജസ്റ്റ് ഔട്ടഡ് മൈ സെൽഫ്. പക്ഷേ എന്നാൽ I'm telling you, we all do one of the things. അപ്പം എസ്പെഷ്യലി നമ്മൾ യങ്ങർ സിബ്ലിങ്സിനെ എല്ലാവരും ബുള്ളി ചെയ്യില്ലേ? ഐ ഹാവ് എ യങ്ങർ സിബ്ലിങ്, ഞാൻ അവനെ കുറേ ബുള്ളി ചെയ്യലുണ്ട്. അപ്പം ഐ സ്റ്റോപ്ഡ് ആഫ്റ്റർ എ ഏജ്. പക്ഷേ ചെറുപ്പത്തിൽ ഞാൻ അത് ചെയ്തിരുന്നത് എനിക്കെന്തോ ഒരു നെഗറ്റീവ്, ഒരു വില്ലനസ് ആയിട്ടുള്ളൊരു ഫീലിംഗ് എനിക്ക് ഫീൽ ചെയ്യായിരുന്നു. അതുതന്നെയാണ് അവർക്കും വേണ്ടത്. നിങ്ങൾ എജിറ്റേറ്റ് ചെയ്യുന്നതിനനുസരിച്ച്, നിങ്ങളെ അത്രയ്ക്കും ദേഷ്യം പിടിപ്പിക്കുന്നതിനനുസരിച്ച് അവർക്കൊരു സന്തോഷം, ഉള്ളിലൊരു മനസ്സുഖം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അവർ നിങ്ങളടുത്ത് നിന്ന് പഠിച്ച് പാസ്സായി 10 വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നവരല്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദിസ് കണ്ടന്റ് ദെൻ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഐ വോണ്ട് ദിസ് ടു ബി ഒരു കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ഡൗട്ട്സ് ഉള്ളവരുണ്ടാവും. കമൻറ്റ് സെക്ഷനിൽ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ തോട്ട്സ് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഞാനിപ്പോൾ പറഞ്ഞതിൽ എന്തിനെങ്കിലും പറ്റിയെങ്കിൽ അതും ഷെയർ ചെയ്യുക. ദിസ് ഈസ് ഒരു സിസ്റ്റർലി ആയിട്ടുള്ള ഒരു പ്ലേസ് വെയർ ഐ വോണ്ട് യങ്ങർ ഗേൾസ് ടു ഫീൽ കംഫർട്ടബിൾ ടു ആസ്ക് questions and get them answered. എൻ്റെ അടുത്ത് നിന്ന് മാത്രമല്ല, പ്രൊഫഷണൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് റിസർച്ചസ് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരുടെ ഒക്കെ ഇൻപുട്ട് കിട്ടിയിട്ട് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആവണം എന്നാണ് എനിക്ക് ആഗ്രഹം. ആൻഡ് ഇഫ് യു ലൈക്ക് മൈ കണ്ടന്റ് യു ക്യാൻ ഫോളോ മീ ഓൺ Instagram and here on YouTube.